ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ജാപ്പനീസ് അധിനിവേശത്തിലും തുടർന്നുണ്ടായ യുദ്ധത്തിലും പൂർണ്ണമായും തകർന്ന രാജ്യമായിരുന്നു നമ്മൾ ഇത്രയും ദിവസം കറങ്ങി നടന്ന ദക്ഷിണ കൊറിയ. 100 വർഷം കഴിഞ്ഞാലും ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് 1950കളിൽ വികസിത രാജ്യങ്ങൾ മുദ്രകുത്തിയ ഈ ചെറിയ രാജ്യം കുറഞ്ഞ കാലം കൊണ്ട് ലോകത്തിലെ 12ാമത്തെ വലിയ ശക്തിയായി മാറിയ കഥ ആരെയും അത്ഭുതപ്പെടുത്തും. ഹലോ നമ്മളപ്പോ നമ്മുടെ തൽക്കാലത്തേക്ക് കൊറിയൻ യാത്ര അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോകാൻ കേട്ടോ. പെട്ടെന്ന് തിരിച്ചു പോവേണ്ടി വന്നതാണ്. നാട്ടിലൊരു കാര്യമുണ്ടായി, എനിക്കല്ല ഗൈഡ് ബൈക്ക്, അവന് ഒരുമിച്ച് പോയി ചോദിച്ചു. അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോവേണ്ടതാണ്. അപ്പോൾ അതൊരു ഇത്തിരി മുമ്പിലേക്ക് ആയെന്നുള്ളൂ. കൊറിയയിൽ നമ്മൾ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുണ്ട്. ബുസാനിലേക്ക് നമ്മൾ ജസ്റ്റ് എത്തിയേ ഉള്ളൂ. ബുസാൻ ശരിക്കും നന്നായിട്ട് കാണേണ്ട ഒരുപാട് ചരിത്രങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. ഇപ്പോൾ സമയം പുലർച്ചെ 2 മണിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ താജുഖാൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതുകൊണ്ട് താഴത്തേക്ക് ഇറങ്ങി നിൽക്കുവാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ സുഹൃത്ത് ഷമീമുണ്ട്, നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നു. പുള്ളി നമ്മളെ എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊറിയയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാദ് ബൈക്ക് ഒപ്പം ഞാൻ അഷ്റഫ് എക്സൽ. വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കുവാണ് കേട്ടോ. നമ്മളൊരു 2 സുഹൃത്തുക്കൾ കൂടി ഉണ്ട്. പേരെന്തായിരുന്നു? ഫൈറൂസ്. നമ്മൾ കണ്ടായിരുന്നു, പക്ഷെ നമ്മൾ കാണാത്ത, നമ്മൾ കണ്ടില്ലല്ലോ. ഓക്കെ, നിങ്ങളുടെ പേരെന്തായിരുന്നു? റിയാസ്. നിങ്ങളും കാസർഗോഡ് തന്നെ? കാഞ്ഞങ്ങാട്. ഇവിടെ ഉള്ള ഒരു മലയാളിയോട് ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എവിടെയാണെന്ന്. കാസർഗോഡ് ആയിരിക്കും. രാജ് ഭായ്, അപ്പോൾ വണ്ടി എടുക്കാം അല്ലേ? ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. കിയയുടെ സെൽറ്റോസ് അല്ലേ? സെൽറ്റോസ്. അത് ആക്ച്വലി ഒരു ആപ്പ് ഉണ്ട്. നമ്മൾ നാട്ടിൽ സൂം കാറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ സൂം കാറിന് ഒരു ആളുണ്ടാവും. പാർക്കിംഗ് ലോട്ടിലാണ് പാർക്ക് ചെയ്യുക. അവരുടെ പാർക്കിംഗ് ലോട്ടിൽ അവിടെ ഒരു ആളുണ്ടാവും, ഒരു റെപ്രസെൻറ്റേറ്റീവ്. പുള്ളിയാണ് നമുക്കിത് സെറ്റാക്കി തരിക. പക്ഷേ ഇവിടെ നമ്മൾ ആപ്പിൽ വണ്ടി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സോക്കാർ അല്ലേ, അതിൻ്റെ ടൈമൊക്കെ കൊടുത്തിട്ടല്ലേ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാം ബുക്ക്ഡാണ്. ഓപ്പൺ ചെയ്യുക, വണ്ടി വെക്കേണ്ടത്. വണ്ടി നിൽക്കുന്ന സ്ഥലം നമുക്ക് കാണിച്ചു തരില്ലേ? ലൊക്കേഷൻ നമ്മൾ അവിടെ വരിക. ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ലൊക്കേഷൻ ആണ്. ഓക്കെ, നമ്മളിപ്പോ അവിടെ വന്ന് ഈ അൺലോക്ക് ചെയ്യണം കാറ്. ഇതിപ്പോ ലോക്ക് അൺലോക്ക് കൊടുത്തേ. ഇപ്പൊ അൺലോക്ക് കൊടുത്താല് ഓക്കെ അൺലോക്ക് കൊടുത്താൽ അപ്പോൾ നമുക്ക് ആ വണ്ടി അൺലോക്ക് ആയി കിട്ടി. ഇനി നമുക്ക് യൂസ് ചെയ്യാം. ഇതിന് സമയമുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ് ടൈം. നമുക്ക് എത്ര ടൈം വേണ്ടെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് എടുക്കാം. അതിന്റെ റെന്റ് നമ്മൾ പേ ചെയ്യുന്നത്. മണിക്കൂറേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂർ. നമുക്ക് എത്ര ദൂരം എയർപോർട്ടിലേക്ക്? ഒരു മണിക്കൂർ അത്രേ ഉള്ളൂ. മണിക്കൂറിനുള്ളിൽ എത്താം. അപ്പം ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, ടൈമുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് പുറപ്പെട്ടു. ഇനി 1 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ എയർപോർട്ടിലെത്തും. ഇനി നുഹൈൽ ബ്രോനെ കാണാൻ പറ്റില്ല കേട്ടോ, അവൻ സോളിലാണ്. നമ്മളെന്തായാലും ആ വഴിക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും രാവിലെ പോകുന്നതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം 1-2 സാധനം വാങ്ങാൻ വേണ്ടി സോളിൽ പോയ സമയത്ത് നുഹൈൽ ബ്രോനെ മീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാ വൻ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നുഹൈൽ ബ്രോനെ ഇനി കാണൂല. നാളെ നീ ട്രിപ്പ് പോവല്ലേ? നാളെ ട്രിപ്പ്. നിങ്ങളെ ബൂസാനിൽ വരാൻ പറ്റില്ല, അന്നും ട്രിപ്പ്. അപ്പോൾ 2-3 ട്രിപ്പ് നിങ്ങളെ വരുന്ന സമയത്ത് അപ്പൊ നീ ഞങ്ങളെ യാത്രയൊക്കെ നീ ഉണ്ടാവില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം വന്നിട്ട് ഫുള്ള് നീ ലീവാക്കി നമ്മളൂടെ തന്നെ. അതെ ഫുള്ള് ലീവ്, പണിയൊക്കെ ഒഴിവാക്കിട്ട് 20 ദിവസം ലീവ് എടുത്ത് നിങ്ങൾ പോയതിനു ശേഷം പണിക്ക് പോകണ്ട. ആ ഒരു ബേജാറാണ് ഞങ്ങൾക്കുള്ള. നീ ചെല്ലുമ്പോ ആരാ മുതലാളിക്കും എന്താ എവിടുന്ന? അല്ല, നീ നാട്ടിൽ വരാൻ പ്ലാൻ ഉണ്ടോ? നാട്ടിൽ വരുമ്പോ വിളിക്കും. അടുത്തന്നെ ഉണ്ടാവും. ഇങ്ങോട്ടേക്ക് തന്നെ ഉണ്ടാവും. എന്താ പറഞ്ഞു? ജാഹിദ് ഭായ് എന്തായാലും വരും. ജാഹിദ് ഭായിന്റെ 2ാമത്തെ 3ാമത്തെ ട്രിപ്പും കൂടി ഉറപ്പായിട്ടും വരും. അല്ല, ഞാനും വേറെ പ്ലാൻ ഉണ്ട്. എല്ലാം ഒക്കെ ഉണ്ട്. ഇപ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു. കാരണം നിങ്ങൾ എന്നെ ഫ്ലൈറ്റ് കയറുന്നത് കുറച്ച് മുമ്പാണ് എനിക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പൊ ശരി, വീണ്ടും കാണുമെന്ന് പ്രതീക്ഷ അല്ലേ? ആയിക്കോട്ടെ. നിങ്ങളെ മിസ്സാകുന്നില്ല, പോകുന്നില്ലല്ലോ എനിക്ക് ബേജാറ്. ഒരു ബേജാറ് നാളെ പണിക്ക് പോകണം, ആ ഒരു ബേജാറാണ്. ഞായറാഴ്ച ശനിയും ഞായറും കഴിഞ്ഞാല് തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ മടി. പിന്നെ സമ്മർ തുടങ്ങല്ലേ, അപ്പൊ വേർപ്പിന്റെ അസുഖമുണ്ട്. അതുപോലെ ഇപ്പൊ കൊറേ ട്രിപ്പുണ്ട്. നാളെ അല്ല, എനിക്ക് നിങ്ങളെ വിട്ടതിന് ശേഷം എനിക്ക് ശീല ഹോട്ടലിൽ ഒരു പരിപാടി ഉണ്ട്. ഫുള്ള് ജോലി തന്നെ. അപ്പൊ ആയിക്കോട്ടെ. എന്തെങ്കിലും ചാനൽ കണ്ടാൽ എന്തെങ്കിലും വീഡിയോ ഉണ്ടാവും. ഓക്കെ. നുഹൈലിന്റെ ചാനലിന്റെ ലിങ്ക് എല്ലാ വീഡിയോന്റെയും താഴത്തുണ്ട്. അപ്പൊ എടുത്ത് നോക്കി നോക്കാം. അപ്പൊ നോക്കടാ. ബൈ. ശരി, ബൈ.
പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ 10 മിനിറ്റ് ആയിട്ടില്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടോ. ഞങ്ങൾക്ക് ഇനി ഒരുപാട് സമയമുണ്ട് അല്ലേ തായ്ഭായ്? ഞങ്ങൾക്ക് ഒരുപാട് മണിക്കൂറുകളുണ്ട്. പക്ഷെ ഇവർക്ക് പോയിട്ട് പരിപാടി ഉണ്ടാവും, ഉറങ്ങേണ്ടി വരും. ഉറങ്ങേണ്ട സമയമല്ലേ? ഷമീം ശരിക്കും രാവിലെ സുബൈ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ടാണ് സാധാരണ കടന്നുറങ്ങുന്നത്. ഡ്യൂട്ടി ടൈമിനനുസരിച്ച് അങ്ങനെയാണല്ലേ? നിങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല, അപ്പോൾ കുഴപ്പമില്ല, എപ്പോൾ എത്തിയാലും കുഴപ്പമില്ല. അപ്പോൾ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയാലും. ഓക്കെ കേട്ടോ, നാട്ടിൽ വരുമ്പോൾ പറ്റിയ കാണാം. വിടുക ഞങ്ങൾ പോയിക്കോളേ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ. മനസ്സിലാക്കാം. ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ കേട്ടോ. അസ്സലാമു അലൈക്കും, ബൈ. നമുക്ക് ഒരുപാട് സമയമുണ്ട് കേട്ടോ. എന്തായാലും എയർപോർട്ടിൻ്റെ അകത്ത് കയറാം. നമ്മളിങ്ങോട്ട് എത്തേണ്ട സൗകര്യത്തിന് റെൻ്റ് കാർ എടുത്ത് വന്നതാണ് കേട്ടോ. ഇവർക്ക് ഈ സമയത്തേ വരാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡ്യൂട്ടീൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി എന്തായാലും ഇവിടെ കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങാൻ പറ്റുമോ എന്ന് നോക്കണം. ഉറങ്ങാൻ പറ്റുമോ നോക്കാം. അലാറം വെച്ച് ഉറങ്ങാം അല്ലേ? നമ്മളെ ചെക്ക് ഇൻ കൗണ്ടർ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു ബോർഡ് കണ്ടതാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്ക്. അതൊരു വീഡിയോ വാളാണ്. പക്ഷേ അതിനകത്ത് പ്ലേ ചെയ്യുന്ന വീഡിയോ കണ്ടോ? മുകളിൽ ഇങ്ങനെ ഒരു ചന്ദ്രനും ആ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ. അതൊരു വീഡിയോ പ്ലേ ചെയ്യുന്നതാണ് കേട്ടോ. നല്ല രസമായി. കുറേ നേരം ഞാൻ ഇതിങ്ങനെ നോക്കി നിൽക്കുന്നു. വല്ലാത്തൊരു ഫീലുള്ളൊരു വീഡിയോ വേണ്ട. അത് പോയി. ഇപ്പം കുറച്ച് കുട്ടികൾ ബബിൾസ് ഉണ്ടാക്കി കളിക്കുന്നതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടർ നോക്കാം. ഈ സമയത്ത് എന്തായാലും ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരുപാട് സമയമുണ്ട്. ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് മാത്രം. ഇവിടെ കണ്ടോ കിയയുടെ ഒരു പുതിയ വണ്ടി ഡിസ്പ്ലേ ഇട്ടിരിക്കണം. നമ്മളങ്ങനെ ബേസ്മെൻറ്റ് 2 വന്നു. കുറച്ച് സമയം പോകാൻ വേണ്ടിയിട്ട്, വിശപ്പ് മാറാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. എന്തെങ്കിലും കഴിക്കാൻ തീരുമാനിച്ചു. ലൊട്ടേരിയ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഫാസ്റ്റ് ഫുഡ് ചെയിനാണ് കേട്ടോ ലൊട്ടേരിയ. ലോട്ടെ പറഞ്ഞിട്ടൊരു വലിയ ബിഗ് ബ്രാൻഡ് ഉണ്ട് ഇവിടെ, അവരുടെ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബുൾഗോഗി വേണ്ട, ചിക്കനില്ല. പുലർച്ചെ 4:26 കേട്ടോ ബർഗറും ഫ്രൈസും കോളയും എന്തോന്നിട്ട്. ഞാൻ ഫിലിപ്പീൻസിൽ നിന്ന് ഇങ്ങനെ ആയിരുന്നു. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതിന് പ്രത്യേകിച്ച് സമയമൊന്നും ഉണ്ടായില്ല. 4:26 ബർഗർ കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മനോഹരമായിട്ടുള്ള ആ ഒരു എയർപോർട്ടിൻ്റെ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ കറങ്ങി നടന്നങ്ങനെ കണ്ടു കേട്ടോ. പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. കിട്ടിയൊരു സ്ഥലത്ത് പോയി കിടന്നുറങ്ങി അലാറം വെച്ചിട്ട്. കാരണം ചെക്ക് ഇൻ ചെയ്യാൻ പോലും ഇപ്പോൾ സമയമായിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം വീണ്ടും എണീറ്റിട്ട് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായിട്ട് ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സെക്യൂരിറ്റി ചെക്കിന് ഒരുപാട് സമയം എടുത്തു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അമ്മോ, അങ്ങനെ ഒരു അംഗം കഴിഞ്ഞു കേട്ടോ. എത്ര നേരത്തെ എയർപോർട്ടിലെത്തിയെന്ന് അറിയോ? പക്ഷേ അവസാനം വെച്ചിട്ട് ഭയങ്കര തിരക്കായി പോയി. പിന്നെ ചെക്ക് ഇൻ ചെയ്തിട്ട് അവിടെ എമിഗ്രേഷനിലെത്തിട്ട് എത്തുമ്പോൾ എൻ്റെ ബോർഡിംഗ് പാസിൽ എന്തോ ഒരു പേരിലെന്തോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് അതും കുറേ സമയം പോയി. ഇപ്പോൾ ഇതാ എപ്പോഴും സംഭവിക്കണം പോലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് ജസ്റ്റ് 10 മിനിറ്റ് മുമ്പേ നമ്മൾ ചെന്ന് കയറാൻ പോലെ. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ജാപ്പനീസ് അധിനിവേശത്തിലും തുടർന്നുണ്ടായ യുദ്ധത്തിലും പൂർണ്ണമായും തകർന്ന രാജ്യമായിരുന്നു നമ്മൾ ഇത്രയും ദിവസം കറങ്ങി നടന്ന ദക്ഷിണ കൊറിയ. 100 വർഷം കഴിഞ്ഞാലും ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് 1950കളിൽ വികസിത രാജ്യങ്ങൾ മുദ്രകുത്തിയ ഈ ചെറിയ രാജ്യം കുറഞ്ഞ കാലം കൊണ്ട് ലോകത്തിലെ 12ാമത്തെ വലിയ ശക്തിയായി മാറിയ കഥ ആരെയും അത്ഭുതപ്പെടുത്തും. കൊറിയൻ പെനിൻസുല എന്ന ഒറ്റ രാജ്യം 1953 കൊറിയൻ യുദ്ധത്തോടെയാണ് വിഭജിച്ച് 2 രാജ്യങ്ങളായി മാറിയത്. സൗത്ത് കൊറിയ പിന്നെ നോർത്ത് കൊറിയ. അവിടെയും സൗത്ത് കൊറിയയ്ക്ക് വൻ തിരിച്ചടി ഉണ്ടായിരുന്നു. പ്രകൃതി വിഭവങ്ങളും വ്യവസായങ്ങളുമെല്ലാം കൊറിയൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. വിഭജനത്തോടെ അതെല്ലാം വടക്കൻ കൊറിയയുടെ ഭാഗമായി മാറി. ദക്ഷിണ കൊറിയയിൽ അവശേഷിച്ച കുറച്ച് വ്യവസായങ്ങളും കെട്ടിടങ്ങളുമൊക്കെ യുദ്ധത്തിൽ പൂർണ്ണമായി തകർന്നു പോവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആദ്യത്തെ ഭരണാധികാരി സിംഗ്മാൻറി സ്ഥാനമേൽക്കുന്നത്. തകർന്നു തരിപ്പണമായ ദക്ഷിണ കൊറിയയുടെ പുനർനിർമ്മാണത്തിനായി UN-ന്റെ ഇനീഷ്യേറ്റീവിൽ ലോകരാജ്യങ്ങൾ സഹായങ്ങൾ നൽകി. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ കുറേയൊക്കെ മെച്ചപ്പെട്ടു വന്നപ്പോൾ വിദേശ സഹായം നിൽക്കുകയും
സാമ്പത്തിക സ്ഥിതി കൂടുതൽ പരിതാപകരമാവുകയും ചെയ്തു. അന്നൊക്കെ ഉത്തര കൊറിയ ശരിക്കും ദക്ഷിണ കൊറിയയുടേതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലായിരുന്നു. പട്ടിണിയും ദാരിദ്ര്യവും കൂടെ സിംഗ്മാൻഡിയുടെ ഏകാധിപത്യ ഭരണം കൂടിയായപ്പോൾ പ്രക്ഷോഭങ്ങൾ നടത്തി ജനങ്ങൾ പ്രസിഡന്റിനെ പുറത്താക്കി. ഭരണാധികാരി ഇല്ലാതെ മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ജനറൽ പാർക്ക് ചംഗ് ഭരണം പിടിച്ചെടുത്തു. അതിനുശേഷമാണ് വ്യക്തമായ വീക്ഷണത്തോടെ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ തുടങ്ങുന്നത്. കയറ്റുമതിയിൽ അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് പാർക്ക് ചംഗ് ഭരണകൂടം ആസൂത്രണം ചെയ്തത്. എന്നാൽ അതിനായി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും മൂലധനവും കണ്ടെത്താൻ സുഹൃത്തായ അമേരിക്കയെ സമീപിച്ചെങ്കിലും രാഷ്ട്രീയ സാമ്പത്തിക അസ്ഥിരതയുടെ പടുകുഴിയിൽ നിൽക്കുന്ന ദക്ഷിണ കൊറിയയെ സഹായിക്കാൻ അവർ തയ്യാറായില്ല. പക്ഷേ ഏതുവിധേനയും പണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 10,000-ലധികം ആളുകളെ നഴ്സുമാരായും ഖനിജ് തൊഴിലാളികളായും വെസ്റ്റ് ജർമ്മനിയിലേക്ക് അയക്കുന്നത്. ഈ തൊഴിലാളികളുടെ നിശ്ചിത വർഷത്തേക്കുള്ള ജോലി കൂടി ഈടുവെച്ച് ലോണായി വെസ്റ്റ് ജർമ്മനി ഗവൺമെന്റിൽ നിന്ന് പണം സ്വരൂപിച്ചു. അങ്ങനെ സ്വരൂപിച്ച പണം ചെവോളുകൾ എന്ന് വിളിക്കുന്ന പാരമ്പര്യമായി ബിസിനസ് ചെയ്യുന്ന പ്രമുഖ കുടുംബങ്ങളുടെ കമ്പനികൾക്ക് മൂലധനമായി നൽകി. കൂടാതെ ബിസിനസ് മെച്ചപ്പെടുത്താനുള്ള എല്ലാത്തരം സഹായങ്ങളും ഇത്തരം ചെബോളുകൾക്ക് ഗവൺമെന്റ് നൽകിയപ്പോൾ വളരെ വേഗത്തിൽ വ്യവസായങ്ങൾ ഉയർന്നു വന്നു തുടങ്ങി. ക്രമേണ ചെബോളുകൾ ദക്ഷിണ കൊറിയൻ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണായി മാറുകയും ചെയ്തു. വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് ലഭിച്ച ലോണിനു പുറമെ വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുത്ത കൊറിയൻ സൈനികർക്ക് അമേരിക്ക നൽകിയ ശമ്പളവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി തന്നെയാണ് സർക്കാർ ഉപയോഗിച്ചത്. കൂടുതൽ പണം സ്വരൂപിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രസിഡന്റ് പാർക്ക് ചംഗ് 1965 ജപ്പാനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. അധിനിവേശകാലത്ത് കൊറിയൻ ജനതയ്ക്കുമേൽ ജപ്പാൻ നടത്തിയ ക്രൂരതയ്ക്ക് നഷ്ടപരിഹാരമായും വായ്പയായും ജപ്പാൻ കൊറിയയ്ക്ക് $800 മില്യൺ നൽകുക എന്നതായിരുന്നു കരാർ. എന്നാൽ ജപ്പാൻ തങ്ങളോട് ചെയ്ത ക്രൂരത മറക്കാൻ കഴിയാത്ത ജനത ഈ കരാറിനെതിരെ തെരുവിലിറങ്ങിയെങ്കിലും പാർക്ക് ചംഗ് പ്രക്ഷോഭങ്ങളെല്ലാം അടിച്ചമർത്തി. അങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ സ്വരൂപിച്ച പണം നൂതനമായ ആശയങ്ങളിലൂടെ പല മേഖലകളിലായി നിക്ഷേപിക്കുകയായിരുന്നു ദക്ഷിണ കൊറിയൻ സർക്കാർ. ജപ്പാനിൽ നിന്നുള്ള സാമ്പത്തിക സഹായവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് പല രാജ്യങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെട്ട സ്റ്റീൽ വ്യവസായത്തിലേക്ക് ദക്ഷിണ കൊറിയ ആദ്യത്തെ കാലെടുത്ത് വെക്കുന്നത്. അമേരിക്കയടക്കം പല രാജ്യങ്ങളും ഒട്ടും വിജയസാധ്യത കൽപ്പിക്കാതിരുന്നിട്ടും 1973 പൊഹാങ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഉൽപ്പാദനം ആരംഭിച്ചു. പദ്ധതി വിജയിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ സ്റ്റീൽ ഉൽപ്പാദകരാണ് പോസ്കോ. പോസ്കോയുടെ വിജയം അനുബന്ധ വ്യവസായങ്ങളുടെ ആരംഭത്തിന് വഴിവെച്ചു. യന്ത്രഭാഗങ്ങൾ, വാഹനങ്ങൾ തുടങ്ങി കപ്പൽ നിർമ്മാണത്തിലേക്ക് വരെ ദക്ഷിണ കൊറിയ ചുവടുവെച്ചു. വ്യവസായങ്ങൾ അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. ഒപ്പം നഗരങ്ങളും വികസിച്ചു വന്നു. പക്ഷേ അപ്പോഴും പിന്നോക്കാവസ്ഥയിലായിരുന്ന ഗ്രാമങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് പ്രസിഡന്റ് പാർക്ക് ചംഗ് ന്യൂ കമ്മ്യൂണിറ്റി മൂവ്മെന്റ് എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 33,000-ഓളം ഗ്രാമങ്ങൾക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ സൗജന്യമായി എത്തിച്ചു നൽകി. മികച്ച പുരോഗതി കൈവരിക്കാനായ ഗ്രാമങ്ങൾക്ക് ഘട്ടം ഘട്ടമായി വീണ്ടും സഹായങ്ങൾ നൽകി. ഉയർന്ന ജീവിത നിലവാരം ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. സമസ്ത മേഖലയിലും ഈ ആത്മവിശ്വാസം പ്രതിഫലിച്ചതോടെ രാജ്യത്തിന്റെ ഉൽപാദനക്ഷമതയും സമ്പത്തും വർദ്ധിച്ചു. അധിനിവേശവും യുദ്ധവും തുടർന്നുണ്ടായ ദുരിതങ്ങളും അനുഭവിച്ച കൊറിയൻ ജനത തങ്ങളുടെ ഭാവി തലമുറ ഈ ദുരിതങ്ങൾ അനുഭവിക്കരുതെന്ന് തീവ്രമായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ കഠിനമായി അധ്വാനിക്കുമ്പോഴും അവർ തങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് സർക്കാരും കൂടെ നിന്നു. അങ്ങനെ എല്ലാ തരത്തിലും പുരോഗതിയുടെ ട്രാക്കിൽ കുതിക്കുമ്പോഴാണ് 1973 അറബ് ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. യുദ്ധത്തോടെ 10 ഇരട്ടിയായി എണ്ണവില വർദ്ധിച്ചപ്പോൾ ഒരു തുള്ളി എണ്ണയുടെ ആഭ്യന്തര ഉൽപാദനം പോലുമില്ലാത്ത കൊറിയയുടെ വ്യവസായത്തിലധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ തകർന്നടിയുമെന്നാണ് ലോകം കണക്കുകൂട്ടിയത്. എന്നാൽ അതൊരു അവസരമാക്കിയെടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. എണ്ണവിലയുടെ വർധനവോടെ വളർച്ച ദുരിതഗതിയിലായ അറബ് നാടുകളിൽ ഒട്ടനവധി നിർമ്മാണ പ്രവൃത്തികളാണ് ആ കാലത്ത് ആരംഭിച്ചത്. അങ്ങനെ നിർമ്മാണ മേഖലയ്ക്ക് വേണ്ട വൈദഗ്ധ്യവും സാമഗ്രികളും തൊഴിലാളികളെയും എത്തിച്ചു നൽകി പ്രതിവർഷം $10 ബില്യൺ വരുമാനമാണ് ദക്ഷിണ കൊറിയ നേടിയത്. കൂടാതെ അറബി നാടുകളുമായി ശക്തമായി ബന്ധം സ്ഥാപിക്കാനും ഇതിലൂടെ കഴിഞ്ഞു. ദക്ഷിണ കൊറിയൻ ചെബോളുകൾ ലോകമെമ്പാടും ചെയ്ത വൻകിട പ്രോജക്റ്റുകൾ നിർമ്മാണ മേഖലയിലെ അവരുടെ വൈദഗ്ധ്യം വിളിച്ചോതുന്നതായിരുന്നു. 2 ദശകങ്ങളായുള്ള വളർച്ചയുടെ ഫലമായി 1980-കളോടെ ദക്ഷിണ കൊറിയ ഒരു വൻ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് ഉയർന്നിരുന്നു. അത് ലോകത്തോട് വിളിച്ചു പറയുന്ന തരത്തിലായിരുന്നു 1988 സോൾ ഒളിമ്പിക്സ്. ഒരു സ്വതന്ത്ര രാജ്യമായി വെറും 34 വർഷം കൊണ്ടാണ് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഈ നേട്ടം കൈവരിക്കാൻ ദക്ഷിണ കൊറിയയ്ക്ക് കഴിഞ്ഞത്. ഉത്തര കൊറിയയുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ വളർച്ച എത്രത്തോളം വലുതാണെന്ന് നമുക്ക് തിരിച്ചറിയാനാവുക. സൈന്യത്തിന് പ്രാധാന്യം നൽകിയ ഉത്തര കൊറിയയുടെ സമ്പദ് വ്യവസ്ഥയുടെ 50 മടങ്ങ് വലുതാണ് ഇന്ന് വ്യവസായത്തിന് പ്രാധാന്യം നൽകിയ ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥ.
അങ്ങനെ ഹോച്ചിമിൻ സിറ്റി, ബാങ്കോക്ക്, കൊച്ചി വഴി നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടോ, താടി മീശയൊക്കെ വന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടികളിലേക്കൊക്കെ കിടക്കുവാണ്. കൊറിയ ശരിക്കും ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ട്രാവൽ ചെയ്ത രാജ്യങ്ങളിൽ ഏറ്റവും അടിപൊളിയായിരുന്നു കേട്ടോ. ഇതുവരെ എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളൊന്നും പോയിട്ടില്ല, എങ്കിലും പോയ രാജ്യങ്ങളിൽ ഏറ്റവും അടിപൊളി യാത്രയായിരുന്നു സൗത്ത് കൊറിയയിലേത്. ശരിക്കും എല്ലാ തരത്തിലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഏറ്റവും എക്സ്പെൻസീവ് രാജ്യവും ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ വാങ്ങി കഴിക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്കൊരു ഇന്ത്യൻ മണി 1500 രൂപയൊക്കെ ആവും. അതുകൊണ്ട് അത്യാവശ്യം നല്ല പൈസയും പൊട്ടും നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നിങ്ങളും ഈ സൗത്ത് കൊറിയൻ യാത്രാ സീരീസ് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തു എന്നാണ് ഈ കമൻറ്റുകളിലൂടെയൊക്കെ എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കൊറിയയെക്കുറിച്ച് കുറേ ഡൗട്ടുകളൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കമൻറ്റുകളിലൊക്കെ മറുപടിയും പറയുന്നുണ്ട്. അപ്പോൾ ഇനി നാട്ടിൽ നമ്മുടെ വീട് പണിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒറീസയിലൊന്ന് പോകണം. പിന്നെ നമ്മുടെ അടുത്ത യാത്രാ സീരീസ് ആരംഭിക്കും. അപ്പോൾ എന്താണ്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ കൊറിയൻ ട്രാവൽ സീരീസ് വമ്പിച്ച വിജയമാക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.